റഷ്യയെക്കുറിച്ച് വ്യാജമായ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്ന ആളുകൾ ഒരുപാട് ഇപ്പോൾ റഷ്യയിലുണ്ട്. അതുപോലെ തന്നെ പല ഇല്ലീഗൽ വിസയിലും റഷ്യയിൽ വന്നിട്ടുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സത്യസന്ധമായിട്ടുള്ള ആളുകളാണോ നിങ്ങളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്നുള്ളത് നിങ്ങൾക്കത് കൺവിൻസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമായിട്ട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ എന്ന് മുതൽ റഷ്യയിൽ വന്നോ അന്ന് മുതലുള്ള അവരുടെ ഫുൾ ഡോക്യുമെൻറ്റ് നിങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ അവരുടെ അടുത്ത് അവരോട് പറയാം എനിക്ക് ആ ഡോക്യുമെൻറ്റ് വേണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവരോട് ആ ഡോക്യുമെൻറ്റ് മൊത്തത്തിലായിട്ട് നിങ്ങൾ കളക്ട് ചെയ്യുക എന്നുള്ളത്. അവരത് തന്നില്ലെങ്കിൽ അവന്മാർ നിങ്ങൾ വിചാരിച്ചോളൂ അവന്മാർ പക്ക ഫ്രോഡുകളാണ്, കള്ളന്മാരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലായിക്കോ. പിന്നെ റഷ്യയിൽ 18 വർഷമായിട്ട് റഷ്യയിൽ നിൽക്കുന്ന ആളുകളുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ, 3 വർഷം ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, വർക്ക് വിസയിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിങ്ങൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് അത് നിങ്ങൾ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവന്മാർ പക്ക ഫ്രോഡുകളാണോ അല്ലയോ എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് അയച്ചു തരാം. അങ്ങനെ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റുകളൊന്നും അയച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഇങ്ങനെയുള്ള ആളുകളൊക്കെ പക്ക ഉടായ്പ് പക്ക ഫ്രോഡുകളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. രണ്ടാമത്തെ കാര്യം, എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റുകളും ഞാൻ ഈ യൂട്യൂബിൻ്റെ മുമ്പിൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ ഓരോരോ ഡോക്യുമെൻറ്റുകൾ കാണിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ തല മറച്ചിട്ടോ അല്ലാതെ മുഖം മറച്ചിട്ടോ ഒന്നുമല്ല. ഞാൻ ഇവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടിയത് മുതൽ, കാരണം ടെമ്പർ റെസിഡൻസ് കിട്ടിയത് മുതൽ പെർമനൻറ്റ് റെസിഡൻസ്, റഷ്യൻ പാസ്പോർട്ട്, എല്ലാ ഡോക്യുമെൻറ്റുകളും എൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഭദ്രമായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളായിട്ട് ഞാൻ പബ്ലിക്കിൻ്റെ മുമ്പിൽ കാണിച്ചിട്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടല്ല വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കള്ളന്മാർ ഇങ്ങനെയുള്ള ഒരു ഡോക്യുമെൻറ്റും നിങ്ങൾക്ക് അയച്ചു തരത്തില്ല. അങ്ങനെ 100-150% അവന്മാർ അയച്ചു തരില്ല. അതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോ, അങ്ങനെ ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് അയച്ചു തന്നില്ലെങ്കിൽ അവന്മാർ കള്ളന്മാരാണ്, പക്ക ഫ്രോഡുകളാണ്, ഉടായ്പിൽ ഉസ്താദുമാരാണ്. ഇവന്മാർ മറ്റ് ഏജൻസികൾക്ക് വേണ്ടി പ്രൊമോഷൻ ചെയ്യുകയാണ്. അവർക്ക് അതിലൂടെയുള്ള വലിയൊരു വരുമാനം അവർക്ക് കിട്ടും. അതുകൊണ്ടാണ് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഇവന്മാർ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം ഓക്കെ, ബൈ.